ഹായ് നമസ്കാരം മക്കളെ, ഞാൻ സജിമോൾ. നമസ്കാരം, എൻ്റെ പേര് വിഷ്ണുപ്രസാദ്. ഞങ്ങൾ ഇന്ന് ഇവിടെ വന്നിരിക്കുന്നതേ നിങ്ങൾ കാത്തിരുന്ന ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകരാകാനുള്ള പരീക്ഷ ആഗതമായി കൊണ്ടിരിക്കുകയാണ്. സൈലം PSC ഒരു കിടിലം ബാച്ചുമായിട്ട് വന്നിട്ടുണ്ട്. അതെ, MA മലയാളവും BEdും സെറ്റും കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്വപ്നമാണല്ലോ അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപിക ആകുക എന്നുള്ളത്. അതിൽ തന്നെ ഏറ്റവും ഗ്ലാമറസ് ആയിട്ട് നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുന്ന ഒന്നാണ് ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ മലയാളം എന്നുള്ളത്. തീർച്ചയായിട്ടും ഇത് ശരിക്കും പറഞ്ഞാൽ സാർ ഒരു കോമൺ പരീക്ഷയെ സമീപിക്കുന്നതിനേക്കാളും ഇപ്പം നമ്മളൊരു LSGS അല്ലെ ഡിഗ്രി ലെവൽ പരീക്ഷയ്ക്ക് ഒക്കെ സമീപിക്കുന്നതിനേക്കാളും ശരിക്കും ഇവർ കംഫർട്ട് സോണിലാണ് അവരുടെ പരീക്ഷ. അവർ പഠിച്ച ബിരുദതലത്തിലും ബിരുദാനന്തര തലത്തിലും BEdലും സെറ്റിലും ഒക്കെ വേണ്ടി നിങ്ങൾ പ്രിപ്പയർ ചെയ്ത കാര്യങ്ങൾ നിങ്ങൾക്ക് ഓൾറെഡി സെറ്റ് ആണ് അല്ലെ. പക്ഷെ ഇത് എങ്ങനെ അപ്ലൈ ചെയ്യണം, എങ്ങനെയാണ് അതിലേക്ക് നമ്മൾ എത്തിച്ചേരേണ്ടത് എന്നതാണ് നമ്മൾ വിജയത്തെ നിർണ്ണയിക്കുന്ന ഘടകം. നിങ്ങളിൽ പലരും മുൻപ് പരീക്ഷ എഴുതിയിട്ടുള്ളവർക്ക് തന്നെ അറിയാം എങ്ങനെയാണ് നമ്മൾ ലിസ്റ്റിൽ പുറകോട്ട് പോയത് അല്ലെങ്കിൽ നമ്മൾ ഉൾപ്പെടാതെ പോയത് എന്തുകൊണ്ടാണെന്ന്. പരീക്ഷാ ഹാളിൽ വെച്ച് ഓപ്ഷനുകൾക്കകത്തുനിന്ന് നമ്മളെ കുഴപ്പിക്കുന്ന ചില പ്രശ്നങ്ങൾ ഉണ്ടാകും. അങ്ങനെ നമ്മൾ തെറ്റി നെഗറ്റീവ് മാർക്കിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. കാരണം അവര് ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് അല്ലേ അതായത് PGക്കാണെങ്കിലും ഡിഗ്രിക്കാണ്. അപ്പൊ നമ്മള് ഓക്കെ ആണ്. പക്ഷെ OMRലേക്ക് വരുമ്പോൾ പരിശീലനം നേടിയെങ്കിൽ മാത്രമേ പരീക്ഷകൾ എഴുതി പരിശീലനം നേടിയെങ്കിൽ മാത്രമേ അതിന് വിജയം നേടാൻ പറ്റത്തുള്ളൂ. സൈലം PSCയുടെ ഈ ഒരു ബാച്ചിന്റെ പ്രത്യേകത ലൈവ് ക്ലാസ് നിങ്ങൾക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ്. ഞാനും വിഷ്ണു സാറ് ലൈവ് ക്ലാസ്സുകളിലൂടെ വന്ന് നിങ്ങൾക്ക് അപ്പപ്പോൾ തോന്നുന്ന സംശയങ്ങൾ ദൂരീകരിക്കുകയും ക്ലാസ്സിൽ ഒരു ചർച്ചയിലൂടെ തന്നെ നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനും ടെസ്റ്റ് സീരീസിലും കണ്ടക്ട് ചെയ്തുകൊണ്ട് ലൈവ് ക്ലാസ്സുകൾ കാണാൻ പറ്റിയില്ലെങ്കിൽ അതിന്റെ റെക്കോർഡ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അത് കാണാൻ കഴിയും. അപ്പൊ നമുക്ക് അതിന്റെ പ്രത്യേകത നമ്മുടെ കോഴ്സിന്റെ പ്രത്യേകത എന്തൊക്കെയാണെന്ന് നോക്കാം. അതെ, ലൈവ് ക്ലാസ്സുകൾക്കൊപ്പം റെക്കോർഡ് ക്ലാസ്സുകൾ കാണാൻ കഴിയുമെന്ന് നമ്മൾ പറഞ്ഞായിരുന്നു. കാണാൻ കഴിഞ്ഞില്ല, ലൈവ് ക്ലാസ്സുകൾ തന്നെ പങ്കെടുക്കാൻ ശ്രമിക്കുക. അത് കാണാൻ ഒരു ദിവസം കഴിഞ്ഞില്ലെങ്കിൽ അതിന്റെ റെക്കോർഡ് ക്ലാസ് കാണാൻ കഴിയുന്നു എന്നുള്ളത് ഉടനെ തന്നെ അത് ലഭിക്കുന്നതായിരിക്കും. പിന്നെ മെന്റേഴ്സ് സപ്പോർട്ട് ഉണ്ടാകും. ഓരോരുത്തർക്കും അവരവരുടെ കാര്യങ്ങൾ കൃത്യമായി എത്തുന്നു എന്നത് നിങ്ങളുടെ പഠനത്തെ സംബന്ധിച്ച് വിലയിരുത്തുന്നതിന് വേണ്ടിയിട്ട് മെന്റർ സപ്പോർട്ട് നിങ്ങൾക്ക് ഉറപ്പായും ഉണ്ടായിരിക്കുന്നതാണ്. അടുത്തത് അത് തന്നെ സീരീസ്. അതെ, അവരുടെ നിലവാരം എവിടെ എത്തി അല്ലെ. ഓരോ പരീക്ഷ എഴുതുമ്പോഴും നമ്മൾ എവിടെ നിൽക്കുന്നു, നമ്മൾ എത്രത്തോളം പോർഷൻ പഠിച്ചു കഴിഞ്ഞു എന്നറിയുന്നതിനുള്ള ടെസ്റ്റ് പരീക്ഷകൾ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നമ്മൾ എത്രയാണ് നമ്മുടെ റേഞ്ച് എന്ന് മനസ്സിലാക്കാൻ കഴിയൂ. അതുകൂടാതെ ടീച്ചർ നമ്മുടെ പരീക്ഷകൾക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് അത് ഉണ്ടാകുന്നതായിരിക്കും. സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്നതായിരിക്കും. അതായത് ഏത് വിധത്തിൽ ഏത് മേഖലയിൽ നിന്ന് ചോദ്യം വന്നാലും അതിനെ അറ്റൻഡ് ചെയ്യത്തക്ക രീതിയിൽ തയ്യാറെടുക്കുക. കാര്യം അറിയുക എന്നത് മാത്രമല്ല, ആ കാര്യം ഗൗരവത്തോടെ കൃത്യമായി അറിയുക എന്നുള്ളതാണ്. കാരണം നല്ല ഡീപ്പ് സിലബസ് ആണ്, നിങ്ങൾക്ക് തന്നെ അറിയാം. നമ്മൾ എത്രത്തോളം പഠിക്കുന്നു, അതെങ്ങനെ അപ്ലൈ ചെയ്യുന്നു, അതിന് നിങ്ങൾക്ക് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ അനാലിസിസ് വളരെ ഫലപ്രദമായിരിക്കും. ഇനി ഡൗട്ട് ക്ലാരിഫിക്കേഷൻ ക്വസ്റ്റ്യൻ പേപ്പർ പലപ്പോഴും ഇത്തരം അധ്യാപക തസ്തികകൾക്കുള്ള പരീക്ഷകളുടെ പരിശീലനത്തിൽ നേരിടുന്ന ഒരു പ്രശ്നമാണ് കുട്ടികൾക്കുണ്ടാകുന്ന സംശയങ്ങൾ. നമ്മൾ ക്ലാസ് മുറിക്ക് അപ്പുറത്തേക്ക് നമ്മൾ സ്വയം പഠനത്തിലൊക്കെ വരുന്ന സംശയങ്ങൾ നിവാരണം ചെയ്യാൻ കഴിയാതെ പോകുന്നു എന്നുള്ളത്. നിങ്ങൾക്ക് അതിനുവേണ്ടി മാത്രം ഒരു സെഷൻ ഉണ്ടായിരിക്കും. സംശയ നിവാരണത്തിന് വേണ്ടി മാത്രം ഒരു സെഷൻ ഉണ്ടായിരിക്കും. ഡൗട്ട് ക്ലിയറൻസ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ഉണ്ടായിരിക്കും. സ്റ്റഡി മെറ്റീരിയൽസ്, ഹൈ ക്വാളിറ്റി സ്റ്റഡി മെറ്റീരിയൽസ് PDF ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അത് നിങ്ങൾക്ക് പഠനത്തെ ലഘൂകരിക്കാൻ വേണ്ടി വളരെ സഹായകരമായി മാറും. റിവിഷൻ എക്സാംസ് ആണ് എട്ടാമത്തതിന്റെ പ്രത്യേകത. അതായത് പിന്നെ നിങ്ങളുടെ ഈ റിവിഷനിലൂടെ ഇപ്പം നമ്മൾക്കറിയാം, നേരത്തെ പറഞ്ഞതുപോലെ വളരെ വിശദമായൊരു സിലബസ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. ഈ സിലബസിനെ പല മൊഡ്യൂളുകളായി തിരിച്ചിട്ടുണ്ട്. നമുക്കറിയാം 8 മൊഡ്യൂളുകളിലൂടെയാണ് ഇത് കടന്നു പോകുന്നത്. അപ്പോൾ ഓരോ മൊഡ്യൂളുകളും റിവിഷന് പ്രത്യേകം തന്നെ തരംതിരിച്ചുകൊണ്ട് ആ മൊഡ്യൂളുകളിനെ കുറിച്ച് നല്ല കാര്യമായിട്ട്, അതായത് കാര്യമാത്ര പ്രസക്തമായിട്ട് ഏറ്റവും ഭംഗിയായി ഓർക്കേണ്ട കാര്യം, അങ്ങനെ ആ സിലബസ് ആ മൊഡ്യൂള് ഫുള്ള് നിങ്ങൾ കവർ ചെയ്തിട്ട് വരുമ്പോഴത്തേക്ക് നിങ്ങളെ കാത്തിരിക്കുന്ന റിവിഷൻ എക്സാം ഉണ്ടാവും. അല്ലാതെ ഒരുമിച്ചല്ല. അതുകൂടി ആകുമ്പോഴത്തേക്ക് പഠനം കൃത്യമായ പാതയിലേക്ക് മാറുകയാണ്. നമുക്കിടെ കോഴ്സിന്റെ മറ്റ് വിവരങ്ങൾ പറയേണ്ടതുണ്ട്. സൈലത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് അതിന്റെ ഫീസ്. ഏറ്റവും ചെറിയ ഫീസിൽ ഉന്നത നിലവാരമുള്ള ക്ലാസ് നൽകുക എന്നുള്ള അതേ രീതി തന്നെയാണ് നമ്മൾ HST മലയാളത്തിന്റെ കോഴ്സിനുള്ളത്. 5,999 രൂപ എന്ന ചെറിയ ഫീസ് മാത്രമാണ്, വൺ ടൈം ഫീസ് മാത്രമാണ് നമുക്ക് ഈ കോഴ്സിന് വേണ്ടിയുള്ള ഫീസ്. ക്ലാസ്
എന്ന് വരെയാണ് ടീച്ചർ ഉണ്ടാവുക? ക്ലാസ് നമുക്കിപ്പോ 1 ഇയർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ കറക്റ്റ് ഡേറ്റ് വന്നിട്ടുണ്ടോ സാർ? എക്സാമിന്റെ ഓഗസ്റ്റ് മാസത്തിൽ ഉണ്ടാകും എന്നാണ് അറിയുന്നത്. അത് എങ്ങനെയാണെന്നുള്ളതിന് വ്യക്തത വന്നിട്ടില്ല. നടക്കുമോ പോകുമോ എന്ന ആശങ്കയുണ്ട്. 1 വർഷത്തെ ഒരു ടൈം വാലിഡിറ്റി സൈലം ഓഫർ ചെയ്യുന്നുണ്ട് ടിൽ എക്സാം. ഏതാണോ ആദ്യം അത് 1 വർഷം വരെ, അല്ലെങ്കിൽ ഏതാണോ പരീക്ഷ ആദ്യമെങ്കിൽ അത് പരീക്ഷ വരെ ആയിരിക്കും നമ്മുടെ കോഴ്സ്. അല്ലാതെ ഇതിന്റെ ഒരു ഡ്യൂറേഷൻ തീർന്നു പോകും എന്ന് പറഞ്ഞ് ആശങ്കപ്പെടേണ്ട കാര്യമില്ല. അതുവരെ ഞങ്ങൾ ഒപ്പം തന്നെ. അതെ. നമ്മുടെ ക്ലാസ് ആരംഭിക്കുന്നത് ഏപ്രിൽ മാസം 10-ാം തീയതിയാണ്. എത്തിക്കഴിഞ്ഞ ഒരാഴ്ച കൂടിയേ ഉള്ളൂ നമ്മൾ തുടങ്ങുകയാണ്. എത്രയും നേരത്തെ നിങ്ങൾ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുമോ അത്രയും നല്ലതാണ്. കാരണം അല്ലെങ്കിൽ റെക്കോർഡ് ക്ലാസ്സുകളുടെ എണ്ണം കൂടും, ഒരുപാട് ഡിലേ വരില്ല. ഞങ്ങൾ പെട്ടെന്ന് തന്നെ പോർഷൻസ് എടുത്ത് തീർത്ത് റിവിഷനിലേക്കും അനാലിസിസിലേക്കും ഒക്കെ പോകും. അപ്പൊ പിന്നെ ഒരുപാട് ലേറ്റ് ആവുമ്പോ ടെൻഷൻ പിന്നെയും കൂടും. എനിക്ക് എത്രയും പഠിക്കാനാവും. തുടക്കം മുതൽ തന്നെ നമുക്ക് ഒന്നിച്ച് യാത്ര മുമ്പോട്ട് പോകാം. നമുക്ക് 70 മാർക്കിനല്ലേ ഈ ഒരു ഐച്ഛിക വിഷയമായ മലയാളം? അതെ, 100 മാർക്കിന്റെ പരീക്ഷയിൽ 70 മാർക്കിന് നമ്മുടെ ഐച്ഛിക വിഷയമായ മലയാളം, ബാക്കി 30 മാർക്ക് GK പാർട്ടാണ്. GK പാർട്ട് കൈകാര്യം ചെയ്യുന്നത് സൈലത്തിലെ പ്രഗത്ഭരായ അധ്യാപകരാണ്. അതത് മേഖലയിലെ പ്രാഗൽഭ്യം തെളിയിച്ചിട്ടുള്ള വ്യക്തികൾ തന്നെയാണ് ആ മേഖല കൈകാര്യം ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ റാങ്ക് നിർണ്ണയിക്കുന്നത് അതുകൂടി ചേർന്നാണ്. ആ 30 മാർക്കിൽ എത്ര നേടുന്നു എന്നുള്ളത് കൂടി ചേർന്നാണ് റാങ്ക് നിർണ്ണയിക്കുന്നത്. ഉന്നത റാങ്കിലേക്ക് പോകാൻ അതുകൂടി ചേർത്താണ് സൈലത്തിന്റെ ഈ കോഴ്സ് ഘടന നിശ്ചയിച്ചിരിക്കുന്നത്. സാധാരണ ഒരു HSST മലയാളം കോഴ്സ് എടുക്കുമ്പോൾ പലപ്പോഴും ഈ ഒരു 30 മാർക്കിന്റെ സപ്പോർട്ട് കിട്ടാറില്ല. അപ്പൊ തീർച്ചയായിട്ടും അതുകൂടി ചേർന്ന് വരുമ്പോ റാങ്ക് ഉറപ്പിക്കാൻ നമുക്ക് അല്ലെ. ആ 30 മാർക്കും ചേർന്ന് വരുന്നുണ്ട്, ഈ 70 മാർക്കും സേഫ് സോണിലാണ്. എല്ലാം കൂടി ആകുമ്പോൾ തീർച്ചയായിട്ടും നമുക്കിത് നേടാമെന്നുള്ള ഒരു ആത്മവിശ്വാസം നിങ്ങളിലേക്കും എത്തിച്ചേരും. അല്ലെങ്കിൽ പിന്നെ ഇനി ആ 30 മാർക്കിന് നമ്മൾ വേറെ പോകുന്നു, വേറെ പഠിക്കുന്നു, വേറെ റാങ്ക് ഫയൽ തേടുന്നു, ഒന്നും വേണ്ട. അതിന് പ്രോപ്പറായിട്ടുള്ള ഏറ്റവും സാറ് പറഞ്ഞ പോലെ ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള അധ്യാപകർ തന്നെയുള്ള ഒരു പാനൽ ഇവിടെ ഉണ്ട്. അവർ തന്നെ ആ ഒരു 30 മാർക്ക് നിങ്ങൾക്ക് സേഫ് ആക്കി തരും. അപ്പോൾ ഏപ്രിൽ 10-ന് ക്ലാസ്സിൽ കാണാം. ഓക്കെ.